പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 8 ശനിയാഴ്ചയാണ്. മാതാവിൻ്റെ ദിവസം. എല്ലാവരെയും സ്നേഹവന്ദനം, ദൈവാനുഗ്രഹം നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മയെ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുഗ്രഹ പ്രാർത്ഥന. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഞാൻ പ്രഭാതത്തെ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ് കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തവർ തലങ്ങും വിലങ്ങും ലോകം മുഴുവനും എല്ലാ ജില്ലകളിലും എല്ലാ രാജ്യങ്ങളിലും കർത്താവ് സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അവർ കർത്താവിനെ അറിയാത്തത് അറിയിക്കുന്നുണ്ട്. 18 ഭാഷകളിലെ പത്രങ്ങൾ 18 രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അവിടെ സുവിശേഷ വേലകളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ധ്യാന കൃപാസനം ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനങ്ങൾക്കെല്ലാം വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവിടെയെല്ലാം പ്രാർത്ഥനയും സൽപ്രവർത്തികളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, അനേകം മക്കൾ രോഗികളുടെ ആശുപത്രികളിൽ പോയി താമസിച്ചുകൊണ്ട് രോഗികളെ ബൈസ്റ്റാൻഡായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തവരെ തങ്ങൾക്ക് സ്വന്തവും ബന്ധവും ഇല്ലാത്ത ആൾക്കാരെ ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി അവിടെ തുണിയിലാക്കി കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ
വലിയ കനത്ത സുവിശേഷ വേല നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ സുവിശേഷ വേലകളും ചേർത്തുകൊണ്ട് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഈ ലോകത്ത് ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ, ആരെല്ലാം ഹൃദയവേദന അനുഭവിക്കുന്നുവോ, നിങ്ങൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലെന്ന് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലെ ഓർക്കുക, ഈ നിമിഷം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കർത്താവ് നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നു. നിൻ്റെ തിരുമുറുവാർന്ന് വലത് കർത്താവ് മക്കളെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിത മണ്ഡലങ്ങളിൽ ആരും ഞങ്ങൾക്കില്ല, തങ്ങൾക്കില്ല എന്ന് ചിന്തിക്കുന്നവരെ, ആരും ഞങ്ങൾക്കില്ല, വലിയ കൊടിയ ഭാരവും കൊടിയ വഴക്കുമായിട്ട് ഈ വീട് നരകമാണ് ചിന്തിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് നിൻ്റെ കഴിവിനേക്കാളുപരി സമാധാനം, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ആശ്വാസത്തിനും ആഹ്വാനത്തിനും അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് സമാധാനം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ കട നിന്നെ ആവശ്യിക്കട്ടെ. നിൻ്റെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഗർഭിണികളായ അമ്മമാരെ ആശീർവദിക്കുന്നു. ആശുപത്രി കിടക്കുന്ന രോഗികളെ ആശീർവദിക്കുന്നു. ഇന്ന് സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടി തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴിൽ മേഖലകളിലേക്ക് രംഗങ്ങളിലേക്ക് പോകുന്നവരെ ആശീർവദിക്കുന്നു. കടകമ്പോളങ്ങളിലും അതുപോലെ തന്നെ വ്യാപാരങ്ങൾ നടത്തുന്നവർ അവരുടെ ഉദ്യമങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ആശീർവദിക്കുന്നു. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലികൾക്കും ഒരു മേൽഗതി കാണുന്നില്ല. കാർഷിക മേഖലയിൽ, മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ വല്ലാത്ത മുതൽ മുടക്കിയിട്ട് അതിൽ നിന്ന് പണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങളും ആശ്വാസങ്ങളും കടക്കാടും ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന ഹൃദയങ്ങളെ കർത്താവിനെ നമുക്ക് ആസ്വദിക്കുന്നു. എൻ്റെ കർത്താവ്, ഈ ആശീർവാദം കേൾക്കുന്നവരും ആശീർവാദം കിട്ടുന്നവരും അനുഭവിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ ഇന്ന് അത് ഹൃദയത്തിന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ ആവശ്യം. പരിശുദ്ധ ദേവമാതാവ്, എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികളും എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. Lord, in peace, spirit of power and grace. ഓക്കെ മക്കളെ, നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം, ഇന്നത്തെ സന്ദേശം നടപടി പുസ്തകം 14:9. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റു. അതൊക്കെ ഇതിൻ്റെ പ്രോസസ്സിങ് പ്രക്രിയ എന്താണെന്നറിയാമോ? അതായത് പൗലോസ് അവരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗലോസിൻ്റെ ആന്തരിക ബോധ്യമുണ്ട്. പൗലോസ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രസംഗം അത്രയ്ക്ക് മെച്ചമൊന്നുമല്ല, എനിക്ക് വാക്ചാതുര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, പുള്ളിയുടെ പ്രസംഗം അരോചകമായിട്ട് ഇവിടുത്തെ താഴെ ഉരുണ്ടുപടച്ച് ഉറക്കത്തിൽ താഴെ വീണിട്ടുണ്ട്. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ വ്യത്യാസമുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു മകൻ ഈ പ്രസംഗം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിൻ്റെ പ്രസംഗത്തെ ശ്രദ്ധിക്കുന്നതായിട്ട് ഒരു ആന്തരികമായ ഒരു അനുഭവം പൗലോസിന് തോന്നി. പൗലോസ് എന്താ തോന്നി വെച്ചാൽ ഒന്നുകൂടെ വായിച്ചത്, പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. എന്താ പ്രശ്നം വെച്ചാൽ, ഒരു മുടന്തനെ സുഖപ്പെടുത്തണം. പക്ഷെ അതിൻ്റെ പ്രോസസ്സിങ് നോക്കണം. അതായത് ആന്തരിക, ഇപ്പം പൗലോസിൻ്റെ പ്രസംഗം അരോചകമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ നീണ്ടു പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ പറയുന്ന സംഭവമില്ലേ, ഭയങ്കര ബോധ്യത്തിലാണ് ഇത് പറയണത്. പ്രസംഗത്തിനെ നമ്മൾ പാട്ടൊക്കെ പാടിയും അതുപോലെ തന്നെ ഇക്കിളിയുള്ള കഥകളൊക്കെ ഇട്ട് ആൾക്കാരെ ഇക്കിളി ഇട്ട് ചിരിപ്പിച്ചും ഈ അഭ്യാസമൊന്നും സുവിശേഷത്തിന് ആവശ്യമില്ല. സുവിശേഷത്തിന് ആവശ്യമുള്ളത് ശ്രോതാക്കളല്ലേ പിടിച്ചിരുത്തേണ്ടത്. ശ്രോതാക്കളെ ഹൃദയത്തിൽ ദൈവത്തെ പിടിച്ചിരുത്തണം. എല്ലാവരും പറഞ്ഞ് ശ്രോതാക്കളെ പിടിച്ചിരിക്കാനുള്ള മെക്കാനിസം എന്താണ്, ടാക്ടിക്സ് എന്താണ്? അതല്ല സുവിശേഷത്തിന് വേണ്ടത്. സുവിശേഷത്തിന് വേണ്ടത് ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തെ പിടിച്ചിരുത്തണം. അതിന് ആന്തരികമായ ബോധ്യം വേണം. ഈ മനുഷ്യന് ആന്തരികമായ ബോധ്യമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ
ഈ ഒരു മുടന്തൻ ഇയാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൗലോസ് അയാളെ ശ്രദ്ധിച്ചു. എന്താ കാര്യം? അയാൾക്ക് വിശ്വാസം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. ബോധ്യം ഉണ്ടാ, വിശ്വാസം ഉണ്ടായിട്ട് എന്ത് സംഭവിച്ചത്? വിശ്വാസം ഉണ്ടാകുമ്പോൾ പൗലോസിന് മനസ്സിലായി ഇവൻ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഇവനുണ്ട്. എന്താ കാര്യം? വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നതാണ്. 10:17 വായിച്ച് 10:17 റോമ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, വിശ്വാസം അയാൾക്ക് ആ ഉടനെ വിശ്വാസം കിട്ടണ വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള, അതാണ് സാധനം. എന്താണ് കേൾവി? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണം, അല്ല രാഷ്ട്രീയം പറഞ്ഞൊരു കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാല് വിശ്വാസം കേൾവിയിൽ നിന്നാണ്. അല്ലേ? 10:17 അതാണ് ആ പഠനത്തിന് സംഭവിക്കുന്നത്. പൗലോസ് ബോധ്യത്തോടെ പ്രസംഗിക്കുന്ന കാരണം അവന് വിശ്വാസം കേൾവിയിൽ നിന്ന് കിട്ടുകയാണ്. കേൾവി എന്തിനെക്കുറിച്ചാണ്? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ അറിവിൽ നിന്നാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ അറിയണം. അതിന് പല സമയങ്ങളിലും ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കേണ്ടി വരും നമ്മൾ. അല്ലാതെ വല്ലവരും എഴുതി വെച്ചിരിക്കുന്ന പ്രസംഗം വായിച്ചാൽ കാര്യം നടക്കത്തില്ല. ക്രിസ്തുവിനെക്കുറിച്ച് ആന്തരികമായ ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സംസാരിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകും. വിശ്വാസം കേൾവിയുന്ന കാര്യം. പ്രസംഗം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാര്യം അതറിയണമെങ്കിലേ 10:14 വായിച്ചേ, റോമ 10:14. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ, റോമ 10:14 എന്താ പറയണേ? എന്നാൽ തങ്ങൾ വിശ്വസിച്ചില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതായത് വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസം കേൾവി എന്നാണ് പറയണത്. കേൾവി എന്താണ്? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ച് അറിവായിരിക്കണം. അറിവ് എവിടെ നിന്ന് വരണം? പ്രസംഗത്തിൽ നിന്ന്. പറഞ്ഞ അടുത്ത എന്നാൽ പറഞ്ഞു വായിച്ചോളൂ. ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? ആ പ്രസംഗം എന്ന് പറയുന്നത് നമുക്ക് ഈ സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും ദൈവം. അവരുടെ അതല്ലേ മാർക്കോസിന്റെ പുസ്തകം വായിച്ചേ 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അതായത് അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും എന്താ കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് പ്രസംഗികനെ ബോധ്യത്തോടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, പൗലോസ് കണ്ടല്ലേ, പൗലോസ് പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചത്? ആ മുടന്തന് വിശ്വാസം ജനിച്ചു. പിന്നെ എന്ത് സംഭവിക്കണത്? പിന്നെ പൗലോസിന്റെ വചനങ്ങളെ കർത്താവ് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പം അടയാളം സഭയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് താത്വിക പ്രബോധനമായി പോകും. വരേണ്ട കുറച്ച് പ്രസ്താവനകളുടെ സമാഹാരമായി പോകും. പക്ഷെ പ്രസംഗിക്കുമ്പോൾ സഭയിൽ അടയാളം ഉണ്ടായിരിക്കും. എന്താ കാര്യം? അത് കർത്താവ് സ്ഥിരീകരിക്കുന്നതാണ്. അപ്പം കർത്താവ് അടയാളം അപ്പം ചിലർക്ക് വചനം പ്രയോജനപ്പെടും, ചിലർക്ക് പ്രയോജനപ്പെടുത്തില്ല. ഇപ്പം പൗലോസിൻ്റെ മുടന്തിന് അതിനെ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ടായി. അപ്പം ചിലർക്ക് വിശ്വാസം ഉണ്ടാകും, പക്ഷെ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഹെബ്രായർ പറഞ്ഞത്. ഹെബ്രായർ 4:2 വായിച്ചേ. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. അവർക്കെന്ന പോലെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. ഇപ്പൊ ഇത് ഭയങ്കര രസമല്ലേ? പക്ഷെ ഇവിടെ റോമയിൽ നമ്മൾ ആക്ച്വലി നമ്മൾ വായിക്കണത് എന്താ? 14:9 ഒരു മുടന്തൻ അത് കേട്ടു, അവനത് പ്രയോജനപ്പെട്ടു, അവന് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലം ഉറച്ചു നിൽക്കാൻ പറഞ്ഞു. അവൻ നടന്നു തുടങ്ങിയെന്ന്. അപ്പം അതിനേക്കാൾ ഇരട്ടി അവർ ചെയ്ത്. അതായത് ഇന്നും ഇതെല്ലാം സാധ്യമാണ്. എന്താ കാര്യം? നമ്മൾ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് വിടുതലിന് വേണ്ടിയാണ്. കാര്യം നമുക്ക് കൃപ ആർജിക്കാനും അതേസമയം തന്നെ മറ്റുള്ളവർക്ക് അവർ കൃപയിൽ വളർത്താനും വേണ്ടി ഉള്ള സുവിശേഷ മുന്നേറ്റങ്ങൾക്ക് എപ്പോഴും അടയാളം ഉണ്ടാകും. അല്ലാതെ അതൊരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. നമ്മുടെ നിവർത്തികേട് കൊണ്ട് വേറെ ഒരു തരികിട പ്രസ്താവന ഇറക്കി വെക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും
അതൊക്കെ ഓരോ കാലഘട്ടത്തിലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്തേ ഇത്രയും വേണ്ടേ. അതായത് അടയാളങ്ങൾ എല്ലാ കാലങ്ങളിലും ഉണ്ടാവും. ആ പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചാണെങ്കിലും ആത്മരക്ഷാർത്ഥമാണെങ്കിൽ അത് ആന്തരിക ബോധ്യത്തിലാണെങ്കിൽ, അല്ലാതെ വിജ്ഞാന പാഠവങ്ങൾ നമ്മുടെ വിജ്ഞാനം ആഘോഷിക്കാൻ വേണ്ടി ആകരുത്. മറിച്ച് ഈ ആത്മാവ് വീണ്ടെടുക്കപ്പെടണം, ക്രിസ്തുവിനെ അറിയണം. അവന് വേണ്ടി കൂടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ക്രിസ്തു ക്രൂശിൽ മരിച്ച് അവസാനം വരെ രക്തം ചിന്തി മരിച്ചിരിക്കുന്നത് ഇവന് വേണ്ടി കൂടിയാണ്. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയാത്ത ഒരാൾ എൻ്റെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആന്തരികമായ ആത്മതാവും ആത്മഭാരത്തിലാണ് ശരിക്കും പൗലോസ് പ്രസംഗിക്കുന്നത്. നമ്മളും ഇതുപോലെ സുവിശേഷ കൈമാറ്റം നടത്താൻ വേണ്ടി ആഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യണ ദൈവമായിരിക്കും നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. വലിയ സുവിശേഷ സാക്ഷികളായി ജീവിക്കാൻ നോക്കണം മക്കളെ. പ്രൈസ് ദി ലോർഡ്.